നമസ്കാരം, ഞാൻ ഡോക്ടർ എല്ല മേരി ജോബ്സൺ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫ്രോസൺ ഷോൾഡറിനെ പറ്റിയിട്ടാണ്. പലപ്പോഴും പല ആൾക്കാർക്കും ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്തായിട്ട്, ചിലപ്പോൾ ഒരു ഷോൾഡർ ആയിരിക്കാം, ചിലപ്പോൾ രണ്ട് ഷോൾഡർ ആയിരിക്കാം, ഭാഗത്തായിട്ട് വേദന, കൈ അനക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്. പലപ്പോഴും ഈ ഫ്രോസൺ ഷോൾഡർ പ്രശ്നമുള്ളവർക്ക് കൈ കൃത്യമായിട്ട് പൊന്തിക്കാനോ അതുപോലെ തന്നെ ഒന്ന് സർക്കിൾ ചെയ്യാനായിട്ടോ സാധിക്കാത്ത ഒരവസ്ഥ. ഇതൊക്കെയാണ് ഫ്രോസൺ ഷോൾഡറിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഈ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത്, നമുക്ക് ഷോൾഡർ ജോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കൈയിന്റെ ഹ്യൂമറസ് എന്ന് പറയുന്ന എല്ലും, ക്ലാവിക്കിള്, അതുപോലെ തന്നെ സ്കാപ്പുല, ഈ മൂന്ന് എല്ലുകൾ കൂടി ചേരുന്ന ഒരു ഭാഗമാണ്. അതില് ഈ കൈയിന്റെ ബോൺ എടുത്തു നോക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ബോൾ പോലെ ഉള്ളൊരു പാർട്ട് ഉണ്ട്. ഈ ബോൾ പോലെയുള്ള പാർട്ട് വളരെയധികം ഇൻഫ്ലമേഷൻ സംഭവിക്കും. അതായത് ഇത് വീർത്ത് വരികയും അത് കാരണം ഈ ഭാഗത്ത് ഈ ബോള് വെക്കാനായിട്ട് ചെറിയൊരു അതുപോലെ തന്നെ ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ അതിലാണ് ഇത് ജോയിന്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ഭാഗം വളരെയധികം ടൈറ്റ് ആവുകയും, അങ്ങനെ ടൈറ്റ് ആവുമ്പോൾ എന്തുണ്ടാകും, അവിടെ ഉണ്ടാകുന്ന ടെൻഡൻസ്, ലിഗമെന്റ്സ് കാര്യങ്ങളൊക്കെ മുറുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വരുമ്പോൾ ഇത് അനക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അത് അനക്കാനായിട്ട് ബുദ്ധിമുട്ടാകുമ്പോൾ, കാരണം ഓൾറെഡി സ്ട്രെച്ച് ആകുന്ന സമയത്ത് ഇത് അനക്കാനായിട്ടുള്ള സ്ഥലം ഉണ്ടാകില്ല. അങ്ങനെ സ്ഥലത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് വളരെയധികം പെയിൻ ആയിട്ട് തുടങ്ങും. പെയിൻ ആയി കഴിഞ്ഞാൽ നമുക്ക് അത് ഉറക്കത്തിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കൃത്യമായിട്ട് ബ്ലഡ് ഫ്ലോ കാര്യങ്ങളൊന്നും അങ്ങോട്ടേക്ക് എത്തത്തില്ല. അത് മാത്രമല്ല, നമുക്ക് കൈ കൃത്യമായിട്ട് അനക്കാനൊന്നും പറ്റില്ല. ഇപ്പം നമുക്ക് നോർമലി കൈ ഇതുപോലെ മുകളിലേക്ക് ആക്കാൻ പറ്റുമെങ്കിലും ഈ ഫ്രോസൺ ഷോൾഡർ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു കൈ ഒന്ന് ഇതുവരെ ആക്കുമ്പോഴേക്കും വളരെ വേദനയായിരിക്കും. ചിലപ്പോൾ മുന്നോട്ട് എടുക്കാൻ പറ്റില്ല, പിന്നോട്ട് എടുക്കാനായിട്ട് പറ്റില്ല. ഈ ഫ്രോസൺ ഷോൾഡർ കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മാർഗമാണ് അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അവരെ കൊണ്ടൊന്ന് കൈ ഒന്ന് അനക്കിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പിടികിട്ടും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവിടെ ഒരു ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ഏരിയ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രെച്ച് വരും. സ്ട്രെച്ച് വരുമ്പോൾ ഇത് സിനോവിയൽ ഫ്ലൂയിഡിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫ്രോസൺ ഷോൾഡർ ഉള്ള ആൾക്കാർക്ക് വേദന എന്ന് പറയുന്നത് ഒരു ഷാർപ്പായിട്ടുള്ള വേദനയായിരിക്കും, വളരെ ഷാർപ്പായിരിക്കും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വേദന നിൽക്കുന്ന അവസ്ഥ. ഇതങ്ങനെ ജെൻഡർ വ്യത്യാസമൊന്നുമില്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ വരാവുന്ന അസുഖമാണ്. പിന്നെ കൂടുതലും ഒരു മിഡിൽ ഏജ് ഒക്കെ കഴിഞ്ഞാലാണ് ഇതിന്റെ പ്രശ്നം കൂടി വരിക. ഇനി ഈ കഴുത്തിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഭാഗത്തോ ആയിട്ട് തേയ്മാനം ഉള്ളവരാണെങ്കിൽ അവരെ ഇത് കൂടുതലായിട്ടും ബാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ തേയ്മാനം ഉള്ളവരാണെങ്കിൽ അതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഫ്രോസൺ ഷോൾഡർ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത്? അതിന് ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറയുന്നത് ഇവർക്ക് റേഞ്ച് ഓഫ് മോഷൻ, അതായത് കൈ അനക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ എക്സസൈസ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. എക്സസൈസ് ചെയ്യുമ്പോൾ അവിടുത്തെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ആണെങ്കിലും റേഞ്ച് ഓഫ് മോഷൻ കൂട്ടാനായിട്ടും നമുക്ക് സാധിക്കും. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹോട്ട് ബാഗ് അപ്ലിക്കേഷൻ. ഈ ഹോട്ട് ബാഗ് അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഷോൾഡർ ഭാഗത്തോട്ട് നല്ല പോലെ ബ്ലഡ് സർക്കുലേഷൻ വരാനായിട്ടാണെങ്കിലും മസിൽസ് കാര്യങ്ങൾ റിലാക്സ് ആകുവാനായിട്ടും സാധിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേദനയിൽ വളരെ വലിയ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഹോട്ട് ബാഗ്. ഹോട്ട് ബാഗ് കുറച്ചും കൂടിയും ഒരു കിടക്കുന്നതിന് മുന്നേ ആയിട്ട് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഹോട്ട് ബാഗ് വെച്ചതിന് ശേഷം നിങ്ങളുടെ പാർട്ട്ണറിനോട് അല്ലെങ്കിൽ വീട്ടിലുള്ള ആരോടെങ്കിലും ഒന്ന് ലഘുവായിട്ട് ഒന്ന് സ്ലൈറ്റ് ഒരു മസാജ് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും, റിലാക്സ് ആകാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ പലതരം ഓയിലുകൾ, ഇപ്പോൾ പൊതുവെ വേദന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ മസാജിനായിട്ട് ഓയിലുകൾ യൂസ് ചെയ്യും. അതില് ക്യാംഫർ, അതായത് കുന്തുരുക്കം അടങ്ങിയിട്ടുള്ള ഓയിലാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വേദനയിൽ നല്ലൊരു കുറവ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ കുന്തുരുക്കം അടങ്ങിയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യുക, അത് വെച്ച് മസാജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് ചൂട് കിട്ടുന്ന വേറൊരു മാർഗമാണ്, നമ്മൾ കുളിക്കുമ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ സോൾട്ട്, അതായത് ഉപ്പിട്ട് കുളിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ആ ഒരു ചൂട് കാര്യങ്ങളൊക്കെ ആ ഭാഗത്തോട്ട് എത്തും. ഇത് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈവനിങ് ടൈമിലാണ്. അപ്പൊ ഈവനിങ് ആ ഒരു തണുപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും സ്റ്റിഫ്നെസ് കൂടുന്ന ഒരു ടൈം കൂടിയാണ്. അപ്പൊ ഇത് ചെയ്ത് നിങ്ങൾ കിടക്കാനായിട്ട് പോകുകയാണെങ്കിൽ ഓൾറെഡി മസിൽസ് കാര്യങ്ങൾ റിലാക്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലപോലെ ഉറക്കവും കിട്ടും. ഇനി എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത്? അതിൽ അക്യുപഞ്ചർ ആണെങ്കിലും അല്ലെങ്കിൽ ഡ്രൈ നീഡിലിംഗ്, അതായത് ഒരു ചെറിയൊരു നീഡിൽ വെച്ച് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് മസിൽ റിലാക്സിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പെയിൻ മാനേജ്മെന്റ് ടെക്നിക്കുകളായിട്ടുള്ള ഇലക്ട്രോ തെറാപ്പി മെത്തേഡുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടത്? മെയിൻ ആയിട്ട് ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് നോക്കുക. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ആ ബോൺസിന്റെ അറ്റത്ത് വരുന്ന
ഒരു ഇൻഫ്ലമേഷൻ കാരണമുള്ളതാണ്. അപ്പൊ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടുള്ള ഡയറ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മഞ്ഞൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ആഡ് ചെയ്യുക. മഞ്ഞൾ ആഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ കുരുമുളകും കൂടി നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ മഞ്ഞളുടെ അബ്സോർപ്ഷൻ നല്ലപോലെ ശരീരത്തിൽ നടക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ധാരാളമായിട്ട് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കറുത്ത എള്ള്. ഈ കറുത്ത എള്ളില് കാൽസ്യത്തിന്റെ കണ്ടന്റ് ആണെങ്കിലും മെഗ്നീഷ്യം ആണെങ്കിലും നല്ലപോലെ ഉള്ള ഒരു സോഴ്സ് കൂടിയാണ്. അതാണ് ഈ കറുത്ത എള്ള് എടുക്കാനായിട്ട് പറയുന്നത്. കറുത്ത എള്ള് നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് സാലഡ് പോലെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കാനായിട്ടും പറ്റുന്നതാണ്. അപ്പോൾ കറുത്ത എള്ളിൽ കാൽസ്യം മെഗ്നീഷ്യം നല്ലപോലെ ഉള്ളത് കാരണം നിങ്ങൾക്ക് കറുത്ത എള്ള് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എപ്പോഴും ഡയറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രോസൺ ഷോൾഡർ മാത്രമായിരിക്കില്ല ഉണ്ടാവുക, പല അസുഖങ്ങളും ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഡോക്ടറുടെ അടുത്ത് ചോദിച്ച് നിങ്ങളുടെ ശരീരത്തിന് ഇത് ഓക്കെ ആണ് എന്നറിഞ്ഞ് മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എക്സസൈസ് ആണെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ചോദിച്ച് മാത്രം എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കറക്റ്റ് ആയിട്ടുള്ള റേഞ്ച് ഓഫ് മോഷൻ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിലും ഫ്ലെക്സിബിലിറ്റി കിട്ടണമെങ്കിലും നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യണം. അപ്പോൾ ഫ്രോസൺ ഷോൾഡർ എന്താണെന്നുള്ളതും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണും. നിങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. വേറെ ഏതെങ്കിലും അസുഖമാണെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനി വരാം. ദിസ് ഇസ് ഡോക്ടർ ഇർലാം മേരി ജോബ്സൺ സൈനിങ്.